ഹലോ എവരി വൺ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? നമുക്കിന്ന് ബാക്ക് ടു സ്കൂൾ സപ്ലൈ ഉണ്ടാക്കിയാലോ? നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പെൻസിൽ പൗച്ചാണ്. അതിനു വേണ്ടി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. പേപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് നിവർത്തിയെടുക്കാം. പേപ്പറിൻ്റെ ഒരു വശത്തുള്ള രണ്ട് അറ്റത്തുള്ള സ്ക്വയർ പീസസും കട്ട് ചെയ്ത് മാറ്റുക. പിന്നീട് പേപ്പറിൻ്റെ ഒരു വശത്തുള്ള രണ്ട് അറ്റവും ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക. അത് ഒട്ടിച്ചു കൊടുക്കുകയോ സ്റ്റേപ്ലർ അടിക്കുകയോ ചെയ്യാം. അപ്പുറത്തെ സൈഡിൽ കട്ട് ചെയ്തത് പുറത്തേക്ക് മാറ്റി വെച്ച് അതിൻ്റെ ബാക്കിയാണ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഇനി നമുക്ക് പൗച്ചിൻ്റെ മേലെ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പേപ്പർ എടുത്ത് സിഗ്സാഗായി മടക്കിയെടുക്കാം. മടക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും നമുക്ക് പെറ്റൽസിൻ്റെ രൂപത്തിൽ മുറിച്ചെടുക്കാം. ശേഷം രണ്ട് സൈഡും റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു മിറർ പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പെൻസിൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ബുക്ക് മാർക്കാണ്. അതിനുവേണ്ടി സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നിവർത്തിയെടുക്കാം. ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചെടുത്ത് നമുക്ക് ആ ഭാഗം മുറിച്ച് മാറ്റാം. മുറിച്ച് മാറ്റിയാൽ നമുക്ക് രണ്ട് വാലുള്ള ഒരു സാധനം കിട്ടും. അതിൻ്റെ ഒരു വാല് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അതിൻ്റെ പശ തേച്ച് രണ്ടാമത്തെ വാലും ഫോൾഡ് ചെയ്ത് അതിൻ്റെ മേൽ ഒട്ടിച്ചു കൊടുക്കാം. പൂമ്പാറ്റയുടെ ഒരു ചിറക് മാത്രം വരച്ചെടുത്ത് അത് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബുക്ക് മാർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിനി നോട്ട് കാർഡ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് കളർ പേപ്പേഴ്സ് എടുത്ത് അതിൽ ഇഷ്ടമുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കാം. അതിൽ പഠിക്കാൻ മോട്ടിവേഷൻ തരുന്നതും നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതുമായ തോട്ട്സ് എഴുതി വെക്കാം. അപ്പോൾ അടുത്തതായി നമുക്ക് സബ്ജക്റ്റ് ലേബൽസ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതേപോലെ ചെറിയ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പേപ്പർ എടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുത്ത് സബ്ജക്റ്റിൻ്റെ പേരും എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സബ്ജക്റ്റ് ലേബൽസും റെഡി ആയിട്ടുണ്ട്.